ധംലീന. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. അവളുടെ കുടിലിന് സമീപം വളരെ മനോഹരമായ പൂക്കൾ വിരിയുന്ന ഒരു ചെടിയുണ്ടായിരുന്നു. ഒരു ദിവസം അതിൽ ഒരു ചുവപ്പ് നിറമുള്ള പൂ വിരിഞ്ഞു. ആ സ്ത്രീ രാവിലെ പൂവിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. എന്താണിത്? പൂവിനകത്ത് പൂമ്പൊടിക്കും തേൻകുടത്തിനും പകരം ഒരു കുഞ്ഞു പെൺകുട്ടിയാണല്ലോ. ഞാൻ ഇവളെ ധംലീന എന്ന് വിളിക്കാം. ധംലീന. ധംലീന ആ സ്ത്രീക്ക് വളരെയധികം സന്തോഷം നൽകി. ആ സ്ത്രീ അവളെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു. അവൾക്ക് കളിക്കുവാനായി ഒരു തളികയിൽ വെള്ളം നിറച്ച് ഇലകൾ തോണിയാക്കി അതിലവളെ ഇരുത്തി പാട്ടുപാടിക്കൊടുത്തു. അവൾക്ക് കിടക്കുവാനായി ചെറിയ കട്ടിലും കിടക്കയും ഒരുക്കി കൊടുത്തു. ധംലീന, നോക്കൂ, എത്ര മനോഹരമായ ചെറിയ കിടക്കയാണ് ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന്. ധംലീന ആ കുഞ്ഞു കിടക്കയിൽ കിടന്നുറങ്ങുന്നത് കാണുവാൻ വളരെയധികം ഭംഗിയായിരുന്നു. ഒരു ദിവസം ഒരു വയസ്സൻ തവള ഉറങ്ങുന്ന ധംലീനയെ കണ്ടു. എന്തു ഭംഗിയുള്ള കന്യകയാണ് ഈ കിടക്കയിൽ കിടന്നുറങ്ങുന്നത്. ഇവൾ എനിക്ക് നല്ല മരുമകളായിരിക്കും. അങ്ങനെ ദിവസവും രാവിലെ ധംലീനെ കാണുവാൻ വേണ്ടി ആ തവള വരാൻ തുടങ്ങി. ഒരു ദിവസം ആ തവള ഉറങ്ങുന്ന ധംലീനെ കട്ടിലോടുകൂടെ എടുത്ത് കുളത്തിലുള്ള ഒരു താമരയിലയിൽ കൊണ്ടുചെന്ന് വെച്ചു. തവളയുടെ മകൻ തനിക്ക് ഭാര്യയായി വരാൻ പോകുന്ന സുന്ദരിയെ കണ്ട് അതീവ സന്തോഷഭരിതനായി. ഇതിനിടയിൽ ധംലീന ഉണർന്നു. ഈ വിരൂപനായ തവളയ്ക്കാണോ ഇത്രയും സുന്ദരിയായ പത്നി? അത്ഭുതം തന്നെ. രണ്ടുപേരും തമ്മിൽ ഒരു ചേർച്ചയില്ല. കുളത്തിലെ അന്യജീവികളെല്ലാം കൂടി താമരയില അതിൻ്റെ തണ്ടിൽ നിന്നും മുറിച്ചു മാറ്റി. അങ്ങനെ ധംലീന ഇരുന്ന താമരയില സ്വതന്ത്രമായി. ധംലീന താമരയിലയിലൂടെ ജലോപരിതലത്തിൽ അങ്ങനെ ഒഴുകി നടക്കാൻ തുടങ്ങി. ഒരു നല്ലവനായ പൂമ്പാറ്റ ഒഴുകി നടക്കുന്ന ധംലീനയോട് ഇങ്ങനെ പറഞ്ഞു: തീർച്ചയായും നല്ലൊരു സൂത്രമാണിത്. കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ തവളയും മകനും എന്നെ വീണ്ടും പിടിക്കും. ഞാൻ ഈ വള്ളി പിടിക്കാം. ഞാൻ എന്താണ് ഈ കാണുന്നത്? ആ സമയത്ത് വലിയൊരു വണ്ട് പറന്നു വന്ന് ആ താമരയിലയിൽ നിന്നും ധംലീനയെ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് അവളുമായി പറന്നുയർന്നു. ഞാൻ നിന്നെ വിടാം, കുറച്ച് കഴിയട്ടെ. ആ വണ്ട് ധംലീനയെ നദീതീരത്തുള്ള ഒരു മരത്തിന്റെ മുകളിലുള്ള ഒരു കൂട്ടിൽ കൊണ്ടുചെന്ന് വെച്ചു. ധംലീനയെ താഴെ വെച്ച് അത് തൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ച് അവളെ കാണിച്ചു കൊടുത്തു. അവളെ എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയത്. നോക്ക്, ഇതിന് 2 കാലുകളും 2 കൈകളും ഉണ്ട്, പക്ഷേ ചിറകുകളില്ല. ഇതിന് പറക്കാൻ കഴിയില്ല. അവിടെ എത്തിയ വണ്ടിന്റെ സുഹൃത്തുക്കളും അവളെ കളിയാക്കാൻ തുടങ്ങി. വണ്ടിന് ധംലീനയോട് സഹതാപം തോന്നി. ഇത് കേക്ക്, നിനക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നീ പൊക്കോളൂ. ഇത് കേട്ടപ്പോൾ ധംലീനയ്ക്ക് വളരെ സന്തോഷമായി. അവൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അവൾക്ക് വഴി അറിയില്ലായിരുന്നു. നടന്ന് നടന്ന് അവൾ ഒരു കാട്ടിലെത്തി. അവിടെ കണ്ട ഒരു മരത്തണലിൽ അവൾ വിശ്രമിക്കാനിരുന്നു. ആ സമയം തണുപ്പ് കാലത്തിൻ്റെ തുടക്കമായിരുന്നു. നേർത്ത തണുത്ത കാറ്റ് വീശുവാൻ ആരംഭിച്ചു. എന്തൊരു തണുപ്പാണ്! ഈ ഇലകൾക്ക് എന്നെ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ? എനിക്ക് നന്നായി വിശക്കുന്നു. ഇവിടെ മരങ്ങളല്ലാതെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ കാട്ടിനുള്ളിലാണെന്ന് തോന്നുന്നു. വിശക്കുന്നതിന് ഇപ്പൊ എന്താ ചെയ്യാ? ധംലീന മുൻപോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അവൾ കുറെ ദൂരം പിന്നിട്ടു. അവസാനം അവൾ ഒരു വീട്ടിന്റെ മുമ്പിലെത്തി. അകത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരു എലിയാണ് വാതിൽ തുറന്നത്. വരൂ, അകത്തേക്ക് വരൂ. ഈ നരിപ്പോടിനടുത്ത് ഇരുന്നോളൂ. ഞാൻ നിനക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തോണ്ട് വരാം. ഇരുന്നോളൂ. എലി ഭക്ഷണവുമായി കുറച്ചു സമയത്തിനുള്ളിൽ അവിടെ എത്തി. നിനക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഞാൻ നൽകാം. പകരമായി ഈ വീടിന്റെ സംരക്ഷണ ചുമതല നീ ഏറ്റെടുക്കണം. എന്താ? ശരി. എലിയുടെ അയൽവാസിക്കാരനായിരുന്നു ശ്രീമാൻ മൂൾ. ശ്രീമാൻ മൂൾ വളരെയധികം ധനവാനാണ്. ഇദ്ദേഹം നിനക്ക് നല്ലൊരു യജമാനനായിരിക്കും. എലി ധംലീനയെ ശ്രീമാൻ മൂളിന്റെ വീട്ടിലേക്കാണ് അയച്ചത്. ശ്രീമാൻ മൂൾ അവൾക്ക് തന്റെ വീടിന്റെ താഴെ പണിതിട്ടുള്ള നിലവറ കാണിച്ചു കൊടുത്തു. ഒരു ദിവസം ധംലീന ഒരു മെഴുകുതിരി കത്തിച്ച് ആ നിലവറയിലേക്ക് ഇറങ്ങി. അവൾ അവിടെ നിന്ന് ദീനരോധനമാണ് കേട്ടത്.
ആ, അടുത്ത് ചെന്ന് നോക്കാം. യ്യോ, ഇതൊരു പ്രാവല്ലേ? പക്ഷേ ഇതെങ്ങനെ ഇവിടെ എത്തി? ധംലീന ആ പക്ഷിയെ നന്നായി ശുശ്രൂഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്കകം ആ പ്രാവ് ആരോഗ്യവാനായി. ദയാലുവായ പെൺകുട്ടി, വളരെ നന്ദി. ഞാനിവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. എന്ത്? ശരി ശരി, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? സുന്ദരിയായ പെൺകുട്ടി, നീ എൻ്റെ കൂടെ പോന്നോളൂ. ഞാൻ നിന്നെ സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ സൂര്യപ്രകാശം ആസ്വദിക്കാനും പക്ഷികളുടെ കളകളാരവം കേൾക്കാനും നിനക്ക് സാധിക്കും. അയ്യോ, എനിക്കിവിടെ ഒന്നും വരാൻ സാധിക്കില്ല. എലിയുടെ വീടിന്റെ സംരക്ഷണ ചുമതല ഞാൻ ഏറ്റുപോയി. പക്ഷി പോയെങ്കിലും ധംലീന അതിനെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു. നീ എന്റെ വാക്കനുസരിച്ച് ശ്രീമാൻ മൂളിനെ വിവാഹം കഴിക്കൂ. പക്ഷേ ധംലീനയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. എന്തു ചെയ്യാൻ? ശ്രീമാൻ മൂൾ ധംലീനയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണ ദിവസം വന്നു. ധംലീന അണിഞ്ഞൊരുങ്ങി വീടിന് പുറത്ത് ദുഃഖിതയായി ഇരിക്കുകയായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു പ്രാവ് വന്ന് ധംലീനയുടെ അടുത്തിരുന്നു. അത് ധംലീന സഹായിച്ച പ്രാവായിരുന്നു. ശ്രീമാൻ മൂളുമായി ഇന്നെന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുക. പക്ഷേ എനിക്കത് തീരെ ഇഷ്ടമല്ല. ഞാൻ നിന്നെ സഹായിക്കാനാണ് ഇവിടെ വന്നത്. ശ്രീമാൻ മൂളിനോ എലിക്കോ എത്താൻ കഴിയാത്തിടത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. നിന്നെ രക്ഷപ്പെടുത്താം. മതിയോ? ശരി, ഞാൻ നിന്റെ കൂടെ വരാം. പക്ഷി ധംലീനയെ തന്റെ പുറത്തിരുത്തി പറന്നുയർന്നു. ധംലീന പക്ഷിക്കൊപ്പം പൂക്കളുടെ രാജ്യത്തെത്തി. ഹായ്, ഈ സ്ഥലം എത്ര മനോഹരാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടായി. എന്ത് ഭംഗിയുള്ള പൂവ്. ഞാനിതൊന്ന് തൊട്ടു നോക്കട്ടെ. ധംലീന പൂ തൊട്ടതും കിരീടവും ചിറകുമുള്ള ഒരു സുന്ദരനായ രാജകുമാരൻ അതിൽ നിന്നും പുറത്തു വന്നു. കുമാരി, ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പൂക്കളുടെ രാജകുമാരനാണ്. നിനക്കെന്നെ വിവാഹം കഴിക്കാമോ? ധംലീന നാലുപാടും നോക്കി. എല്ലാ പൂക്കളും അവളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. എനിക്ക് സമ്മതമാണ്. കുമാരൻ ധംലീനയ്ക്ക് ഒരു കിരീടവും ചിറകുകളും നൽകി. അതിനുശേഷം അവരുടെ വിവാഹം നടന്നു. അങ്ങനെ ധംലീന പൂക്കളുടെ രാജകുമാരിയായി മാറി.